നമ്മുടെ ലൈവ് സെഷൻ സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ലൈവ് സെഷന്റെ രണ്ടാമത്തെ ദിവസമാണ്. അതിന്റെ ഈവനിങ് സെഷനാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. ആദ്യം ചമ്മറം മടങ്ങിയിരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇനി അങ്ങനെ ഇരിക്കാൻ കാല് മടക്കി ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കുക. കാല് നീട്ടി വെച്ചിരിക്കുക. അതും നിലത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, നടുവിന് വേദന ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ കസേര ഇരിക്കാം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പം ഇതിനകത്ത് ക്യാമറ ഒരിടത്ത് വെക്കണം കേട്ടോ. ക്യാമറ നിങ്ങൾ വെക്കണം. എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ക്യാമറ എടുത്ത് കൃത്യമായിട്ട് വെക്കണം. ഇപ്പം ഞാൻ മാത്രമല്ല, ഇതിനകത്ത് വേറെയും ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും അവർ വാച്ച് ചെയ്യും, അവർ നോക്കും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് വരും, അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനൊക്കെ നല്ല ഉന്മേഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ചെയ്യേണ്ട രീതിയിൽ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ദൂഷ്യം ചെയ്യും. അപ്പം അതുകൊണ്ട് ക്യാമറ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളെ കറക്റ്റായിട്ട്, നിങ്ങൾ ചെയ്യുന്ന കറക്റ്റായിട്ട് എനിക്ക് ഇവിടെ കാണണം. ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം കൈ ഇതുപോലെ ചിന്മുദ്രയിൽ പിടിക്കുക. ചിന്മുദ്ര, ഇതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത്. ചൂണ്ടുവിരലിന്റെയും തള്ളവിരലിന്റെയും തുമ്പുകൾ തമ്മിൽ ഇതുപോലെ മുട്ടിച്ച് പിടിക്കുക. അതിനുശേഷം ഈ 3 വിരൽ തുറന്ന് പിടിക്കുക. ഓക്കെ. ഇങ്ങനെ പിടിച്ചതിന് ശേഷം കൈ തുറന്ന് തുടയിലേക്ക് വയ്ക്കുക. കൈയുടെ മുട്ട് മടക്കി കൈകൾ രണ്ടും തുടയിലേക്ക് ഇറക്കി വയ്ക്കുക. കൈകൾ രണ്ടും തുടയിലേക്ക് ഇറക്കി വയ്ക്കുക. ഓക്കെ. നടുവ് തുറന്നിരിക്കണം. ഇപ്പൊ കസരയിലാണെങ്കിലും, ഇപ്പൊ നിലത്ത് ചമ്പ്രം പിടിച്ചിരിക്കുവാണെങ്കിലും, കാല് നീട്ടി വെച്ചിരിക്കുവാണെങ്കിലും നട്ടലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നിവർന്നായിരിക്കണം. നട്ടല് വളഞ്ഞിരിക്കാൻ പാടില്ല. നട്ടല് നിവർന്നിരിക്കണം. ഓക്കെ. ഇനി കണ്ണടയ്ക്കാം. സാവധാനം കണ്ണുകൾ അടയ്ക്കാം. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. സ്വസ്ഥമായിട്ടിരിക്കുക. ശരീരത്തിന്റെ ഒരു ഭാഗത്തും ബലം പിടിക്കാൻ പാടില്ല. പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കണം. പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കുക. മൈക്ക് ആരുടെയോ മൈക്ക് ഓണാണ്. അനിൽ സാറേ, മൈക്ക് ഓണാണേ. കണ്ണുകൾ അടച്ചിരിക്കാം. കണ്ണുകൾ അടച്ചിരിക്കാം. കണ്ണുകൾ അടച്ചിരിക്കാം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കാം. റിലാക്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. റിലാക്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. ശരീരവും മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിട്ടിരിക്കണം. ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും നന്നായി ശ്രദ്ധിക്കാം. അതോടൊപ്പം സാവധാനം ശ്വാസം എടുത്തുവിട്ടുകൊണ്ടിരിക്കണം. പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് കൃത്യമായിട്ട് വെക്കണം. ഇപ്പോൾ ഡെമോ സെഷൻ എന്ന് പറയുന്നത് ശരി. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക്. എക്സേൽ, ശ്വാസം ഉള്ളിലേക്ക്. ഇൻഹേൽ, ശ്വാസം ഉള്ളിലേക്ക്. എക്സേൽ, ശ്വാസം ഉള്ളിലേക്ക്. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale,
Inhale, exhale, inhale, exhale. ഇനി ആ ശബ്ദങ്ങളിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക. സാധാരണ മൈക്ക് ആരും ഓൺ ചെയ്യരുത്. മൈക്ക് ഓൺ ചെയ്യരുത്. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. മൈക്ക് ഓൺ ചെയ്യരുതേ. മൈക്ക് ആരും, ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്നതാണ്, വീണ്ടും വീണ്ടും മൈക്ക് ഓൺ ചെയ്യുവാണ്. മൈക്ക് ഓൺ ചെയ്യരുത്. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. കണ്ണ് തുറക്കരുത്. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമുക. കൈകൾ തുറന്ന മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കണ്ണ്, മൂക്ക്, കവിള്, നെറ്റി, ചെവി, കഴുത്ത് എന്നിങ്ങനെ മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൈകൾക്കുള്ള ചൂട് തൊട്ടതിലൂടെ അനുഭവിച്ചറിയുക. കൈകൾ വീണ്ടും നന്നായി കൂട്ടിത്തിരുമി. രണ്ട് കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. തലയ്ക്ക് മുകൾ വശത്തും തോളിന്റെ ഇരുവശങ്ങളിലും ഉള്ളംകാലിലും, തലയ്ക്ക് മുകൾ വശത്തും തോളിന്റെ ഇരുവശങ്ങളിലും ഉള്ളംകാലിലും കൈകൾക്കുള്ള ചൂട് തൊട്ടതിലൂടെ അനുഭവിച്ചറിയുക. അതിനുശേഷം കൈകൾ തുറന്ന് തുടയിലേക്ക് വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. വെറുതെ കൈ തുടയിൽ വെച്ചിട്ട് കണ്ണു തുറന്നാൽ മതി. കൈക്കുള്ളിലേക്ക് നോക്കണ്ട. നമ്മൾ അവസാനമാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഓക്കെ. അനിൽ സാറിന്റെ സ്ക്രീൻ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറായിരിക്കും ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ശിഥിലീകരണ വ്യായാമത്തിലേക്ക് പോവാം. ശിഥിലീകരണ വ്യായാമം. എല്ലാവരും ഒന്ന് എണീക്കുക. സാവധാനം എണീക്കുക. സാവധാനം എണീക്കുക. ശിഥിലീകരണ വ്യായാമം എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഈ ക്ലാസ്സിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തേക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ സന്ധികൾ, ശരീരത്തിന്റെ ഓരോ ശരീര അവയവങ്ങളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ സന്ധികളുണ്ട്. ആ സന്ധികളെ ആക്ടിവേറ്റ് ആക്കാനും അവിടെയുള്ള പിരിമുറുക്കം, ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റി ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ യോഗയിലെ ശിഥിലീകരണ വ്യായാമം എന്ന് പറഞ്ഞ ഏറ്റവും ലളിതമായിട്ടുള്ള വ്യായാമ രീതി ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്കുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഫിംഗർ ജോയിൻസ്, നമ്മുടെ കൈ വിരലുകളിൽ ഓരോ ജോയിൻസുകളുണ്ട്, ഓരോ സന്ധികളുണ്ട്. അതിനുള്ള എക്സസൈസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇപ്പൊ കൈ ചുരുട്ടി മുമ്പിലേക്ക് നീട്ടി പിടിക്കുക. സാർ അവിടെ ചെയ്ത് കാണിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. കൈ ചുരുട്ടി, മുഷ്ടി നന്നായിട്ട് ചുരുട്ടി പിടിക്കണം. ശക്തിയായിട്ട് തുറക്കണം. ശക്തിയായിട്ട് തുറന്നു, അടച്ചു. ഇത് കൗണ്ട് കേൾക്കുന്നതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, 1, 2, അടച്ചു, തുറന്നു. 3, തുറന്നു, അടച്ചു. 4, തുറന്നു, അടച്ചു. ശക്തിയായിട്ട് തുറക്കുക, അടയ്ക്കുക. മുഷ്ടി ചുരുട്ടി പിടിക്കുക. ശക്തിയായിട്ട് തുറന്നു, അടച്ചു. 5, തുറന്നു, അടച്ചു. 6, യെസ്, 7, 8, 9, 10. ഓക്കെ, വെരി ഗുഡ്. റിലാക്സ് ചെയ്യാം. കൈകൾ താത്തിയിടുക. കൈകൾ താത്തിയിടുക. കൈകൾ താത്തിയിട്ടതിന് ശേഷം കണ്ണുകൾ അടച്ച് ഫിംഗർ ജോയിൻസിലേക്ക്, കൈ വിരലുകളിലെ ഓരോ സന്ധികളിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിൽക്കാം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട്
ഫിംഗർ ജോയിന്റ്സിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക, കണ്ണുകൾ അടച്ച്. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. അടുത്തത് റിസ്റ്റ് ജോയിന്റ് ആണ്, കൈക്കുഴകൾ. കൈ അതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടി നീട്ടിപ്പിടിക്കുക. കൈ നീട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ താത്തിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൈ നീട്ടിപ്പിടിക്കുമ്പോൾ ഷോൾഡറിന് വേദനയോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൈ താത്തിയിട്ട് ചെയ്താലും മതി. കൈയുടെ മുഷ്ടി ഇങ്ങനെ തിരിക്കുക, കൈയുടെ മുഷ്ടിയല്ല, കൈയുടെ കുഴ ഇങ്ങനെ തിരിക്കുക, അതാണ് ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ ഓരോ കൗണ്ട് പറയും, അതിനനുസരിച്ച് സാവധാനം ചെയ്യണം, സ്പീഡ് കൂട്ടരുത് കേട്ടോ. സാവധാനം ചെയ്യാം. 1 2 3 3 മുതൽ 5 തവണ വരെ ചെയ്താൽ മതി ഒരു വശത്തേക്ക്. തിരിച്ച് 1 2 3. യെസ്, റിലാക്സ് ചെയ്യാം. കൈ താത്തിയിടുക, കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ റിസ്റ്റ് ജോയിന്റിലേക്ക്, കൈക്കോഴുകളിലെ ആ സന്ധിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു നിൽക്കാം. ഷോൾഡർ ലെവൽ കാൽപാദം അകത്തി വെക്കണം കേട്ടോ. തോളിന്റെ അകലത്തിൽ കാൽപാദം അകത്തി വെച്ച് 2 കാലിലേക്കും തുല്യമാകും വിധം ശരീരഭാഗം കൊടുത്തു വേണം നിൽക്കാൻ. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ദീർഘമായി ശ്വാസം എടുക്കുക, സാവധാനം വെളിയിലേക്ക് വിടുക, അതിനുശേഷം കണ്ണു തുറക്കാം. ഓക്കെ, അടുത്തത് കൈയുടെ മുട്ടിനാണ്. കൈമുട്ടിന്, എൽബോ ജോയിൻസിനാണ്. കൈ നീട്ടി പിടിക്കുക, കൈ താത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കൈമുട്ടിനാണ്. കൈയുടെ മുട്ട് മടക്കുക, നിവർത്തുക. ഇൻഹേൽ, മടക്കി. എക്സേൽ, നിവർത്തി. വെരി ഗുഡ്. ഇൻഹേൽ, എക്സേൽ. ചെറിയൊരു ഒരു ചിരി കൊടുത്തേ മുഖത്ത്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale. രണ്ട് കൈയും നബീലെ 2 കൈയും ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. 2 കൈ ഒരുമിച്ച്, കണ്ണടയ്ക്കണ്ട, 2 കൈ ഒരുമിച്ച്. ഇൻഹേൽ, മടക്കി. കൈ തിരിച്ചു പിടിച്ച് കൈയുടെ ഉൾവശം മുകളിലോട്ട് തിരിച്ചു പിടിക്കണേ. എക്സേൽ, കൈയുടെ ഉൾവശം മുകളിലേക്ക് തിരിച്ചു പിടിക്കണം. തുറന്നു പിടിച്ചോളൂ, കൈ ചുരുട്ടിയല്ല, കൈ തുറന്നു പിടിച്ചേ. എല്ലാവരും കൈ തുറന്നു പിടിച്ചേ. യെസ്. ഇൻഹേൽ, ബലം പിടിക്കണ്ട. എക്സേൽ, ഇൻഹേൽ, എക്സേൽ. യെസ്, കൈ താത്തിയിടാം. കണ്ണുകൾ അടച്ച് എൽബോ ജോയിൻസിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ഓക്കെ, അടുത്തത് ഷോൾഡർ ജോയിന്റ് ആണ്. ഷോൾഡർ ജോയിന്റ്, കൈ രണ്ടും ഷോൾഡറിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. കൈയുടെ മുട്ട ചേർത്ത് പിടിക്കാം, മുമ്പിലായിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റെങ്കിൽ കേട്ടോ. ഇവിടെ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അല്പം ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പം ബലം പിടിച്ച് ചെയ്യണ്ട. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ആ രീതിയിൽ ചെയ്താൽ മതി. ബലം പിടിച്ച് ചെയ്യണ്ട. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥതയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് പറഞ്ഞോണം. ഓക്കെ, ചെയ്യാം. ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാം. ഇൻഹേൽ, മുകളിലേക്ക് എടുത്ത്. എക്സേൽ, ശ്വാസം വിട്ടുകൊണ്ട് മുമ്പിലേക്ക് കൊണ്ടുവരും. മുമ്പിലേക്ക് ചേർത്ത് കൊണ്ടുവരാം, കൈയുടെ മുട്ട് ചേർത്ത് കൊണ്ടുവരാം. Inhale, exhale. Inhale, exhale. Okay. 3 മുതൽ 5 പ്രാവശ്യം വരെ നമ്മൾ റൊട്ടേഷൻ കൊടുത്താൽ മതി കേട്ടോ. തിരിച്ച് ചെയ്യാം. ഇപ്പൊ 3 ഞാൻ ചെയ്യിക്കുന്നുള്ളൂ. തിരിച്ച് ഇൻഹേൽ, തിരിച്ച് ചെയ്യാം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ്. എന്തോ പറ്റി നബീലെ? ഓക്കെ, കൈ താത്തിയിടുക, റിലാക്സ് ചെയ്യാം. കൈകൾ താത്തിയിടുക, കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്ത് നിൽക്കുക. ഷോൾഡർ ജോയിൻസിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കണം. ഷോൾഡർ ജോയിൻസിലേക്ക്, തോളിന്റെ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കാം. ശ്രദ്ധ കൊടുത്ത് നിൽക്കുക.
ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം വെളിയിലേക്ക് വിട്ടു. യെസ്. ഇനി ഹിപ്പ് ജോയിന്റ് ആണ്. കൈ രണ്ട് നടുവിന് പിടിക്കാം, രണ്ട് കൈകളും നടുവിന് പിടിക്കുക. രണ്ട് കൈകളും നടുവിന് പിടിച്ചിട്ട് നടുവ് വട്ടത്തിൽ കറക്കുക. ഓക്കെ. വലതുവശത്തേക്കാണ് ചെയ്യേണ്ടത്. ഇൻഹേൽ, എക്സേൽ. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് ക്ലോക്ക് വൈസ് കറക്കി. ഇൻഹേൽ, എക്സേൽ. സാവധാനം ചെയ്യണേ, സ്പീഡ് കൂട്ടരുത്, സാവധാനം ചെയ്യാവുള്ളൂ. ഇൻഹേൽ, എക്സേൽ. തിരിച്ചു ചെയ്യാം. ഓപ്പോസിറ്റ്. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. ഇൻഹേൽ, എക്സേൽ. ഓക്കെ, റിലാക്സ്. കൈ താത്തിയിട്ടു ഹിപ്പ് ജോയിന്റിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുക. ഹിപ്പ് ജോയിന്റിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിൽക്കാം. ഹിപ്പ് ജോയിന്റിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിൽക്കുക. കണ്ണുകൾ അടച്ച് സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് നിൽക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ദീർഘമായി ശ്വാസം എടുക്കുക, വെളിയിലേക്ക് വിടുക, അതിനുശേഷം കണ്ണുകൾ തുറന്നു. ഓക്കെ. ഇനി കാലിന്റെ മുട്ടിനുള്ള വ്യായാമമാണ്. കാലിന്റെ മുട്ടെന്ന് പറയുമ്പോൾ മുട്ടിന് മാത്രമല്ല, കാലിന്റെ പ്രധാനപ്പെട്ട മസിൽ ഗ്രൂപ്പ്സ് ആയ കാഫ് മസിൽ, ആംസ്ട്രിങ് തുടങ്ങിയ മസിലുകൾ കൂടി ആ ഒരു വ്യായാമത്തിന്റെ പ്രയോജനം ലഭിക്കും. സ്ക്വാട്ട് ആണ്. കൈ രണ്ട് മുമ്പിലേക്ക് നീട്ടി പിടിക്കുക. ചെയർ പോസിലേക്ക് പയ്യെ താന്നിരിക്കുക. എക്സേൽ. ഇൻഹേൽ, അപ്പ്. എക്സേൽ, ഇൻഹേൽ, അപ്പ്. സ്പീഡ് കുറയ്ക്കണം, ശ്വാസത്തിക്ക് അനുസരിച്ച് ചെയ്യണം. എക്സേൽ, താന്നു. എക്സേൽ, ഇൻഹേൽ, അപ്പ്. യെസ്. ഇൻഹേൽ, എക്സേൽ. ശ്വാസം വിട്ടുകൊണ്ട് താന്നു. ഇൻഹേൽ, അപ്പ്. എക്സേൽ, ഡൗൺ. ഇൻഹേൽ, അപ്പ്. മതി. റിലാക്സ്. കൈതാത്തിയിട്ടു നീ ജോയിന്റിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കാം. കണ്ണുകൾ അടച്ച് നീ ജോയിന്റിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കാം. നീ ജോയിന്റിലേക്ക് ശ്രദ്ധ കൊടുത്ത് നിൽക്കാം. കണ്ണുകൾ അടച്ച് നിൽക്കണേ വിൻസി. കണ്ണടച്ച് നിൽക്കണം. കണ്ണടച്ച് നിൽക്കൂ. കൈതാത്തിയിട്ട് കണ്ണടച്ച് നിൽക്കാം. ഞാൻ മാത്രമല്ല, ഇവിടെ വേറെയും ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. അവർ കൃത്യമായിട്ട് നിങ്ങളെ വാച്ച് ചെയ്യും. ഇതിനിടയ്ക്ക് വേറെ ഒരു പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല. കണ്ണടച്ച് നിന്നോ. കൈതാത്തിയിട്ടു കണ്ണുകളടച്ച് നിൽക്കാം. കൈ വിട്ടോ, അങ്ങനെ പിടിക്കണ്ട. കൈ വിട്ടിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കുക. യെസ്. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. യെസ്. ഓക്കെ. ഇനി കൈ രണ്ടും തലയ്ക്ക് പുറയിലേക്ക് പിടിക്കുക. രണ്ട് കൈ തലയ്ക്ക് പുറയിലേക്ക് പിടിക്കുക. ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം കൈകൾ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്തിട്ട് തലയ്ക്ക് പുറയിലേക്ക് പിടിച്ചു. വലതുകാലം ഉയർത്തി. ആംഗിൾ റൊട്ടേഷൻ ആണ്. കാലിന്റെ കുഴയ്ക്കുള്ള എക്സസൈസ് ആണ്. കാലിന്റെ കുഴയ്ക്ക് 1 2 3. തിരിച്ച് 1 2 3. യെസ്. ലെഗ് ചേഞ്ച്. അടുത്ത കാല് 1 2 3. തിരിച്ച് 1 2 3. ഓക്കെ. റിലാക്സ്. കൈതാത്തിയിട്ടു കണ്ണുകൾ അടച്ചു നിൽക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിൽക്കാം. ആംഗിൾ ജോയിൻസിലേക്ക് ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. ആംഗിൾ ജോയിൻസിലേക്ക് ശ്രദ്ധ കൊടുത്തു വേണം നിൽക്കാൻ. അപർണ എവിടെ പോയി? ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. മൂന്ന് പേര് ക്യാമറ ഓഫാണ്. ഒന്ന് ജയപ്രസാദ്, അപർണയുടെ ക്യാമറ ഓഫാണ്. നെറ്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. പിന്നെ കിച്ചു എന്ന് പറഞ്ഞ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. കിച്ചു ചെയ്യുന്നുണ്ടോ? കിച്ചു എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് കയറിയേക്കുന്ന ആരാണ് കയറിയേക്കണേ? കിച്ചു. ഓക്കെ. ഇരിക്കാം. സുഖാസനം ഇരിക്കാം. ചമ്രം പടിഞ്ഞിരിക്കുന്നതിന് യോഗയിൽ നമ്മൾ സുഖാസന എന്നാണ് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും സുഖകരമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് സുഖാസന എന്ന് പറയുന്നത്.
ഇപ്പൊ നടുവിന് വേദനയോ അല്ലെങ്കിൽ കാലിന്റെ മുട്ടിന് വേദനയോ കാലിന്റെ കുഴയ്ക്ക് സന്ധികൾക്ക് വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ നിന്ന്. അപ്പൊ ഈ ആരോഗ്യം കാത്ത് സംരക്ഷിക്കും. എനിക്ക് മുട്ടിനെ കുറച്ച് പ്രശ്നം വേദന ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കരുത്, കാല് നീട്ടി വെച്ചിരുന്നു. ഇപ്പൊ ഇരിക്കണം. അല്ല, പറ്റില്ല. അതെ, കാല് നീട്ടി വെച്ചിരുന്നുള്ളൂ. യോഗ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരസ്ഥിതിക്ക് അനുസരിച്ച്, ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേദന കൂടാതെ, പരിക്ക് കൂടാതെ ചെയ്യുക എന്നുള്ളതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാല് നീട്ടി വെച്ചിരിക്കാം. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ വലതുവശത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കണം. വലതുവശത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കുക. വലതുവശത്തേക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കാം. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കുക. വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക, അതിനുശേഷം മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കാം. യെസ്. കാൽപാദം ചേർത്ത് അനുസരണ ശക്കലും അങ്ങോട്ട് ഇറങ്ങി കിടക്കാം. ഭിത്തിയുടെ സൈഡിലേക്ക് ഇച്ചിരി ഇറങ്ങി കിടക്കാം. യെസ്, മതി. കാൽപാദം ചേർത്ത് വെച്ചു. കൈകൾ വശങ്ങൾ ചേർത്ത് വെക്കുക. കൈയുടെ ഉൾവശം മാറ്റയിലേക്ക് അമർത്തി വെക്കണം. ഈ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സംശയം ഉണ്ടെങ്കിൽ അനിൽ സാറിനെ നോക്കുക. ഓക്കെ, കാൽപാദം ചേർത്ത് വെച്ചു. കൈയുടെ ഉൾവശം മാറ്റയിലേക്ക് അമർത്തി വെച്ചു. കണ്ണ് തുറന്ന് കിടക്കണം. മുകളിലേക്ക് നോക്കി കിടക്കണം. ഏകപാദോത്താസന 90 ഡിഗ്രിയാണ് ചെയ്യേണ്ടത്. സിംഗിൾ ലെഗ് റൈസിംഗ് ആണ്. അതായത് വലത് കാല് 90 ഡിഗ്രി ഉയർത്താൻ ശ്രമിക്കുക. ഒന്ന് ഉയർത്തിക്കുക. എല്ലാവരും ഒരു ട്രയൽ ചെയ്യാം. എല്ലാവരും ഒന്ന് ഉയർത്തിക്കുക. വലത് കാലം ഒന്ന് ഉയർത്തി പിടിക്കുക. മുട്ട് നിവർന്ന എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും മതി. മുട്ട് നിവർന്ന് എത്ര ഉയർത്താൻ പറ്റുമോ അത്ര ഉയർത്തിയാൽ മതി. മുട്ട് നിവർന്ന്. ജയശ്രീ മുട്ട് മടങ്ങിയിരിക്കുമല്ലേ? ഒരൽപ്പം കൂടെ താത്തിക്ക്. അത്രയും പൊക്കി പിടിക്കണ്ട. യെസ്. അത് പയ്യെ പയ്യെ ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നിവർത്തി കൊണ്ടുവരാം. താത്തി, ആ കാല് താത്തി, സാവധാനം കാല് താത്തി. അടുത്ത കാല് ഇടത് കാല് ഉയർത്താം. ഇടത് കാല് ഉയർത്താം. മുട്ട് മടങ്ങാത്ത പൊസിഷനിൽ വേണം പിടിക്കാൻ. സാവധാനം താത്തി, സാവധാനം താത്തി. ഓക്കെ, ഇനി ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യാം. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് കാല് ഉയർത്തുകയും ശ്വാസം വിടുന്നതിനനുസരിച്ച് കാല് താത്തുകയും ചെയ്യണം. വലത് കാലിൽ ആരംഭിക്കാം. ഉയർത്താം. സാവധാനം കാല് ഉയർത്തി. സാവധാനം കാലുകൾ താത്തി. അടുത്ത കാല്. പറയാം. അടുത്ത കാല്. അടുത്ത കാല്. ശ്വാസഗതിക്ക് അനുസരിച്ച് ഒറ്റയടിക്ക് കാല് പൊക്കിയിട്ട് ശ്വാസം എടുക്കാൻ നിൽക്കരുത്. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് കാല് ഉയർത്താവുള്ളൂ. റിലാക്സ് ചെയ്യാൻ കാൽപാദം അകത്തി വെച്ചു. കൈകൾ അകത്തി വെക്കുക. കൈയുടെ ഉള്ളവശം മുന്നോട്ട് തിരിച്ചു വയ്ക്കുക. കണ്ണുകൾ അടച്ചു കിടക്കുക. കാലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നട്ടലിലേക്കും ഉദര പേശികളിലേക്കും ശ്രദ്ധിച്ചു വേണം കിടക്കാൻ. കണ്ണുകൾ അടച്ചു കിടക്കണം. ഞാൻ ഈ പറഞ്ഞ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്
ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വേണം കിടക്കാൻ. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക, ശ്വാസം വെളിയിലേക്ക് വിടുക, അതിനുശേഷം കണ്ണുകൾ തുറക്കാം. സാവധാനം കണ്ണുകൾ തുറക്കാം. ഓക്കെ, കമന്ന് കിടക്കാം, കമന്ന് കിടക്കാം. സാവധാനം കമിഴ്ന്ന് കിടക്കുക, കമിഴ്ന്ന് കിടക്കാം. ഫേസ് ഡൗൺ, കമന്ന് കിടക്കാം. കമന്ന് കിടന്നതിന് ശേഷം കൈകൾ രണ്ടും തുടക്കടിയിലേക്ക് വയ്ക്കുക. രണ്ട് കൈകളും തുടക്കടിയിലേക്ക് വയ്ക്കുക. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നവര് അനിൽ സാർ ഇവിടെ ചെയ്യുന്നത് നോക്കുക, എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കുക, അതിനുശേഷം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം ട്രയൽ ചെയ്യും, അതൊന്ന് വേണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് നോക്കിയിട്ട് തുടർന്ന് ചെയ്താൽ മതി. അർദ്ധശലഭാസന എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ മലർന്ന് കിടന്നിട്ട് ചെയ്ത ഏകപാദോത്താസനയുടെ ഒരു കൗണ്ടർ പോസ്റ്ററാണ്. കമന്ന് കിടന്നിട്ട് കാലുകൾ ഉയർത്തുക, മുട്ട് നിവർത്തി സിംഗിൾ ലെഗ് റൈസിംഗ് ആണ് അർദ്ധ ശലഭാസന. ഓക്കെ, അത് ചെയ്യാം. വലതുകാലം ഉയർത്താം, ഒരു ട്രയൽ ചെയ്യാം. സാവധാനം വലതുകാലം ഉയർത്തി, വലതുകാലം ഉയർത്തി പിടിക്കാം. എത്ര ഉയർത്താൻ പറ്റുമോ അത്രയും. കാലിന്റെ മുട്ട് നിവർത്തി നിങ്ങൾക്ക് എത്ര ഉയർത്തി പിടിക്കാൻ പറ്റുമോ അത്ര ഉയർത്തി പിടിക്കാം. സാവധാനം താത്തി, അടുത്ത കാലം ഉയർത്താം. പാദം നീട്ടി വെക്കണേ, കാല് ചവിട്ടി പിടിക്കരുത്, പാദം നീട്ടി വെക്കണം. കാൽപാദം ചേർന്ന് ചെയ്യണം, പാദം നീട്ടി വെക്കണം. ഓക്കെ, അടുത്ത കാലം ഉയർത്താം. ഇടതുകാലം ഉയർത്തിക്ക്, ഇടതുകാലം ഉയർത്തി പിടിച്ചേ. സാവധാനം താത്തി, സാവധാനം താത്തി, താത്തിക്കോളൂ. യെസ്. നബീല ഒന്ന് ചെരിഞ്ഞ് കിടക്കാമോ? ഇപ്പൊ ക്യാമറയുടെ നേരെ കാല് വെച്ചാ കിടക്കുന്നേ, ഒന്ന് ചെരിഞ്ഞ് കിടക്കാമോ നബീൽ? ചെരിഞ്ഞ് വിലങ്ങനെ കിടക്കാവോ? വിലങ്ങനെ. അങ്ങനെയല്ല, വിലങ്ങനെ വിലങ്ങനെ ഇടത്തോ വിലങ്ങനെ വിലങ്ങനെ. ഇപ്പൊ അനിൽ സാർ കിടക്കുന്ന കണ്ടോ, അതുപോലെ ഇടത്തോട്ട് തല വെച്ചു അല്ലെങ്കിൽ വലത്തോട്ട് തല വെച്ചു, ആ രീതിയിൽ കിടക്കുക, വിലങ്ങനെ കിടക്കുക. എന്നാലും ചെയ്യുന്നത് യെസ് 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 യെസ്. ഓക്കെ, ചെയ്യാം. ഇനി ശ്വാസഗതിക്ക് അനുസരിച്ച് ചെയ്യണം. ശ്വാസഗതിക്ക് അനുസരിച്ച് ശ്വാസം എടുക്കുന്നതിനൊപ്പം കാല് ഉയർത്തി, ശ്വാസം വിടുന്നതിനനുസരിച്ച് കാല് താത്തി. ഓക്കെ, വലതുകാലിൽ ആരംഭിക്കാം. സ്പീഡ് കൂടുതലാണ്, സാവധാനം ചെയ്യണം. സ്പീഡ് അത്ര വേണ്ട, സ്പീഡ് കുറയ്ക്കുക. അടുത്ത കാല് ഇടതുകാലാണ്. അടുത്ത കാല് തിരിച്ച് കാല് താത്തുമ്പോൾ കാൽപാദം ചേർന്നിരിക്കണം, കാലകന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക. റിലാക്സ്. കാൽപാദം അകത്തി വെച്ചു, കാൽപാദം അകത്തി വെക്കാം. കൈകൾ രണ്ടും മുമ്പിലേക്ക് കൊണ്ടുവരിക, താടിക്കടിയിലേക്ക് വെക്കാം.
ഇടത് കൈയുടെ മണ്ടയിലേക്ക് വലത് കൈ വെച്ച് വലത് കൈ പത്തി വെച്ചിട്ട് താടി കൈക്ക് മണ്ടയിലേക്ക് വെക്കുക. റിലാക്സ് ചെയ്ത് കിടക്കുക. റിലാക്സ് ചെയ്ത് കിടക്കാം. അർദ്ധശലഭാസനം ചെയ്തപ്പോൾ ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലെ മസിൽസ് ആണോ എൻഗേജ്ഡ് ആയത് ആ ഭാഗങ്ങളിലേക്ക് എല്ലാം നന്നായി ശ്രദ്ധിച്ചു കിടക്കണം. നമ്മുടെ പുറം ഭാഗത്തേക്ക്, നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ പുറം ഭാഗത്തേക്ക്, അതുപോലെ തന്നെ കാലിന്റെ പുറം ഭാഗത്തുള്ള മസിൽസ്, ഈ ഭാഗത്തെല്ലാം ഒരു സ്ട്രെച്ചിങ് ലഭിച്ചിട്ടുണ്ട്, ഒരു ഉത്തേജനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിലേക്ക് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം കിടക്കാൻ. അതുപോലെ ഉത്തരപേശികളുടെ ഭാഗങ്ങളിലെല്ലാം ഒരു വലിച്ചിലും ഒരു ഉത്തേജനവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളിലേക്കെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം റിലാക്സ് ചെയ്ത് കിടക്കാൻ. റിലാക്സേഷനിൽ നമ്മുടെ മനസ്സിലെ ചിന്തകളിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ നിൽക്കണം, ചിന്തകളിലേക്ക് പോകരുത്. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കും. ഓക്കെ, ഒരിക്കൽ കൂടി ചെയ്യാം. കൈകൾ രണ്ടും വീണ്ടും തുടക്കടിയിലേക്ക് വെച്ചു. രണ്ട് കൈകളും തുടക്കടിയിലേക്ക് വെച്ചു. കൈകൾ രണ്ടും തുടക്കടിയിലേക്ക് വെച്ചു. അർദ്ധ ശലഭാസന. വലത് കാലിൽ ആരംഭിക്കാം. മുട്ട് നിവർത്തി വരണം. എക്സേൽ. മുട്ട് നിവർന്ന് ഒരു ശകലം ഉയർന്നുള്ളെങ്കിൽ അത്രയും മതി. ഇന്ന് അത്രയും മതി. അടുത്ത കാലം മുട്ട് നിവർന്ന് ഉയരണം. എക്സേൽ. താത്തി. താത്തി. അടുത്ത കാല് അടുത്ത കാല് അടുത്ത കാല് റിലാക്സ്. കണ്ണുകൾ അടച്ചു കിടക്കാം. കാൽപാത പത്തി വെച്ചു. കൈകൾ രണ്ട് മുമ്പിലേക്ക് കൊണ്ടുവരിക. താടിക്കടിയിലേക്ക് വെക്കുക. കണ്ണുകൾ അടച്ചു കിടക്കാം. മുൻപ് പറഞ്ഞ ശരീരഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചു വേണം കിടക്കാൻ. ആ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ശ്വാസം എടുത്തുവിട്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറന്നു. ഒരിക്കൽ കൂടി ചെയ്യാം. അർദ്ധശലഭാസന പൊസിഷൻ. കൈകൾ രണ്ടും തുടക്കടിയിലേക്ക് വയ്ക്കുക. കാൽപാദം ചേർത്ത് വെച്ചു. താടി നിലത്ത് മുട്ടിച്ച് വെക്കണം. താടിയിലേക്ക് ഒരുപാട് പ്രഷർ വരാൻ പാടില്ല. ഓക്കെ, കാൽപാദം ചേർന്നിരിക്കണം. വലത് കാലിൽ ആരംഭിക്കാം. കാല് മാറി മാറി ചെയ്യണേ. വലത് കാല്. മുട്ട് നിവർത്തി. പാദം നീട്ടി പിടിച്ചാൽ മുട്ട് നിവർന്ന് വരും. ഒത്തിരി ബലം പിടിക്കണ്ട. അടുത്ത കാല്.
റിലാക്സ്. കാൽപാദം അകത്തി, കൈകൾ രണ്ടും താടിക്കടിയിലേക്ക് കൊണ്ടുവരിക. കൈകൾ രണ്ടും താടിക്കടിയിലേക്ക് കൊണ്ടുവന്നു. കാൽപാദം അകത്തി, കാലിന്റെ പാദം വെളിയിലേക്ക് തിരിച്ചു വയ്ക്കാം. അതായത് ഇടതുകാലിന്റെ പാദം ഇടതുവശത്തേക്കും വലതുകാലിന്റെ പാദം വലതുവശത്തേക്കും തിരിച്ചു വെച്ച് കിടക്കാം. കണ്ണുകൾ അടച്ച് മുൻപ് പറഞ്ഞ ശരീരഭാഗങ്ങളിലേക്ക് നന്നായി ശ്രദ്ധ കൊടുത്ത് കിടക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിട്ടതിന് ശേഷം സാവധാനം കണ്ണുകൾ തുറക്കാം. ദീർഘമായി ശ്വാസം എടുക്കുക, വെളിയിലേക്ക് വിടുക, അതിനുശേഷം കണ്ണു തുറക്കാം. ഓക്കെ, ഇനി മകരാസനയാണ്. കൈയുടെ മുട്ട രണ്ടും നിലത്ത് കുത്തിയതിനു ശേഷം കൈ തുറന്ന് കൈക്കുള്ളിലേക്ക് താടി വെക്കുക. കൈയുടെ മുട്ട നിലത്ത് കുത്തുക. രണ്ട് കൈയുടെ മുട്ട നിലത്ത് കുത്തി, കൈയുടെ മുട്ട രണ്ടും നിലത്ത് കുത്തി, രണ്ട് കൈയുടെ മുട്ട നിലത്തോട്ട് കുത്തി, കൈ ഇങ്ങനെ താടിക്കടിയിലേക്ക് വെക്കുക. കൈ തുറന്ന് കൈകൾക്കുള്ളിലേക്ക്, കൈ തുറന്ന് കൈകൾക്കുള്ളിലേക്ക് താടി വെച്ചു. കൈ തുറന്നു വെക്കണേ. കൈ ഇതുപോലെ നമ്മളൊരു ബോൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ പിടിക്കില്ല, അതുപോലെ കൈ പിടിച്ചിട്ട് കൈക്കുള്ളിലേക്ക് വെക്കുക. കൈ തുറന്ന് കൈകൾക്കുള്ളിലേക്ക്. കൈയുടെ മുട്ട ഒത്തിരി പുറകോട്ട് ഇറങ്ങി പോരുത്, ഒരുപാട് അകന്നും പോരുതേ. ഓക്കെ, കണ്ണടച്ച് തന്നെ കിടക്കാം. നടുവിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കിടക്കുക. പുറം ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്തൊരു 30 സെക്കൻഡ് ആ ഒരു പൊസിഷനിൽ തുടരാം. മുഖത്ത് എപ്പോഴും നമ്മൾ ആ യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ അവസാനിപ്പിക്കുന്ന സമയം വരെ നമ്മുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി, ഒരു സന്തോഷം നമ്മുടെ മുഖത്തുണ്ടാവും. ആസ്വദിച്ച് ചെയ്യണം. ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും ഈ ഒരു സമയത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, ഇൻഹേൽ, നടുവിലേക്ക് ശ്രദ്ധിക്കാം. കണ്ണുകൾ തുറക്കാം. വജ്രാസനം, മുട്ടയിലേക്ക് ഇരിക്കുക. വജ്രാസനം, മുട്ടയിലേക്ക് ഇരിക്കുക. വജ്രാസനം, അതായത് കാലിന്റെ മുട്ടുവേദനയുള്ള ഒരാൾ മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞു. ആ ആള് മുട്ടയിലേക്ക് ഇരിക്കരുത്. കാല് നീട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ. കാല് നീട്ടി വെച്ചിരുന്നാൽ മതി. കാലിന് മുട്ടിന് വേദന ഉണ്ടെന്ന് പറഞ്ഞ ആള് കാലിന്റെ മുട്ടയിലേക്ക് ഇരിക്കരുത്. ഈ ഒരു പൊസിഷൻ വജ്രാസന എന്ന് പറയും. പയ്യെ പയ്യെ നമുക്ക് ഇപ്പൊ മുട്ടുവേദന അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും എല്ലാം അതിലൊക്കെ ഒരു മാറ്റം വരും. അപ്പൊ അത് കഴിയുമ്പോഴത്തേനും പയ്യെ പയ്യെ നമുക്ക് ഈ വജ്രാസന പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. വജ്രാസനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് വജ്രം പോലെ ബലമുള്ളതാക്കി തീർക്കുന്ന ഒരു ആസനയാണ് വജ്രാസനം. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആക്റ്റീവ് ആക്കാൻ ശക്തിയുള്ള ഒരു പോസ്റ്റർ കൂടിയാണ് വജ്രാസന എന്ന് പറയുന്നത്. അപ്പൊ കൈകൾ തുറന്ന ചിന്തയിൽ വെച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കുക. ഈ ഒരു പോസ്റ്റർ വെറുതെ നമ്മൾ കിടക്കണതിന് മുന്നേ ഒരു 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 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ നമുക്ക് ലഭിക്കും. നടുവ് നിവർന്നിരിക്കണം. നമ്മുടെ നട്ടൽ നിവർന്ന് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ കൂടിയാണ് വജ്രാസന. കാല് നീട്ടി വെച്ചിട്ട് കൈ പുറകെ വെച്ചോ, നടുവിന് സ്ട്രെയിൻ വരണ്ട. യെസ്. കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കൈകൾ ചിന്തയിൽ വെച്ച് കണ്ണുകളടച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കൈ തുറന്നു വെക്കാം, ചിന്മുദ്രയെ വെക്കാം. ബാലാസന, കണ്ണുകൾ തുറക്കാം. കണ്ണുകൾ തുറന്നതിന് ശേഷം മുമ്പിലേക്ക് കൈ രണ്ടും മുമ്പിലേക്ക് നീട്ടി മുമ്പിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കിടക്കുക. കാലൻ എണീക്കരുത്. ഇവിടെ അനുസാർ ചെയ്യുന്നുണ്ടോ നോക്കിയോ. മുമ്പിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കിടക്കുക. ഇത് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കാം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക.
കണ്ണ് തുറക്കാതെ തിരിച്ച് നേരെ വന്നിരിക്കാം. കണ്ണ് തുറക്കരുതേ, കണ്ണ് തുറക്കാതെ കമ്പായി തിരിച്ചു വന്ന് ഇരിക്കുക. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കാതെ വന്നിരിക്കുക. ദീർഘമായി ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം മാത്രമേ കണ്ണ് തുറക്കാവുള്ളൂ. തിരിച്ചു വരുന്നതേ കണ്ണ് തുറക്കരുത്. സാവധാനം നിവർന്നിരിക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടതിന് ശേഷം കണ്ണ് തുറക്കുക. സുഖാസനത്തിലേക്ക് വരാം. സുഖാസനം, സുഖാസനത്തിലേക്ക് വരാം. കണ്ണ് തുറന്നിരിക്കാം. ഓക്കെ, കാലിന്റെ മുട്ടിന് വേദന ഉണ്ടെന്ന് പറഞ്ഞ ആരാ? ജയശ്രീ, ജയശ്രീ അല്ലേ? യെസ്, കണ്ടു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു കാര്യം ചെയ്യൂ. നാളെ കാലിന് മുട്ടിന് വേദനയാണെങ്കിൽ ഇപ്പൊ കാല് നീട്ടിയിരിക്കുമ്പോൾ നടുവിന് ചെറിയ പ്രയാസം തോന്നുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ ചെറിയ രീതിയിൽ. കുറച്ചുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ഇപ്പം ഈ പൊസിഷൻ മാറ്റിയിട്ട് പുറകിലെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഭിത്തിയോട് ചേർന്ന് ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് നാളെ തൊട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നട്ടിലിന് സ്ട്രെയിൻ വരും. പിന്നെ ഇപ്പം നിലവിൽ കാലിന്റെ മുട്ടിനുള്ളത് കാലിന്റെ മുട്ടിന് മാറുമ്പോൾ നടുവിന് വരും, സ്ട്രെയിൻ ആവും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാലിന്റെ മുട്ട് മാറില്ല, അത് സർജറിയിലേക്കാണ് പോകുന്നത്. അപ്പം റീപ്ലേസ്മെന്റ്. അതെ. ശരി. ഞാൻ പോസിറ്റീവായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചിന്തിക്കാലോ, അത്ഭുതം സംഭവിക്കും. അതെ. ഓക്കെ, അല്ല മാക്സിമം നീട്ടിക്കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പം നോക്കാം. ശരി. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്, ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൈകള് വശങ്ങളിൽ കൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക. കൈകൾ വശങ്ങളിൽ കൂടെ ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക്, വശങ്ങളിൽ കൂടെ ഉയർത്തി, ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രേയിങ് പൊസിഷൻ, കൈ ഇതുപോലെ പ്രേയിങ് പൊസിഷൻ തലയ്ക്ക് മുകളിലേക്ക് പിടിക്കുക. ചേർത്ത് പിടിച്ചോളൂ, പ്രേയിങ് പൊസിഷൻ. കൂപ്പ് കൈ. യെസ്. കൈകൾ വീണ്ടും താത്തി, വശങ്ങളിൽ കൂടെ താത്തി, തിരിച്ച് എങ്ങനെയാണോ നമ്മൾ അങ്ങോട്ട് ചെയ്ത് വന്നത് അത് റിവേഴ്സ് ചെയ്ത് കൈ താത്തി തൊടയിലേക്ക് വെച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഇതിന്റെ കൂടെ നന്നായിട്ട് ശ്വാസം എടുക്കണം. ഡീപ് ബ്രീത്ത് ആണ് നന്നായിട്ട്. നമ്മുടെ ലങ്സ്, നമ്മുടെ അടിവയറ്, അതുപോലെ നമ്മുടെ ലങ്സ്, അപ്പർ ചെസ്റ്റ്, ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും, ഈ 3 ഭാഗങ്ങളും നിറഞ്ഞ് നല്ലതുപോലെ ശ്വാസം എടുക്കണം. ഒരു തുള്ളി ശ്വാസം പോലും ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ല എന്നുള്ള നിലയ്ക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് ശ്വാസം എടുത്ത് നിറയ്ക്കണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ ചെയ്യാവുള്ളൂ. ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ അതേ സമയം എടുത്ത ശ്വാസം പൂർണ്ണമായും വെളിയിലേക്ക് വിട്ട് തീർക്കണം. ഓക്കെ, ചെയ്യാം. കണ്ണടച്ചോളൂ. കൈകൾ വശങ്ങളിൽ കൂടി ഉയർത്തി തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് എടുത്ത് നിറയ്ക്കൂ. ശ്വാസം നിറയട്ടെ. യെസ്. എക്സേൽ. പൂർണ്ണമായും വിടണം. പൂർണ്ണമായും ശ്വാസം വെളിയിലേക്ക് വിടണം. ഒരു തുള്ളി പോലും ലങ്സിലെ ശ്വാസം ഉണ്ടാകാൻ പാടില്ല. വീണ്ടും ചെയ്യാം. സ്മൈൽ. ഒരു ചിരി വരട്ടെ മുഖത്ത്. നന്നായിട്ട് നിറയണം. നന്നായിട്ട് വയർ ഉയർത്ത് വരണം. ശ്വാസം വിട്ടു. സാവധാനം ശ്വാസം വിടുക. സ്പീഡിൽ വിടരുത്. സാവധാനം ശ്വാസം വിട്ട് തീർക്കുക. പൂർണ്ണമായി ശ്വാസം വിടാം. ശ്വാസം വിട്ട് തീർക്കൂ. കൈതാത്തി സാവധാനം കൈകൾ തുടക്കി മുന്നിലേക്ക് വെച്ചു. കണ്ണടച്ച് തന്നെ ഇരിക്കുക. കണ്ണ് തുറക്കരുത്.
കണ്ണ് തുറക്കരുത്, കണ്ണുകൾ അടച്ചിരിക്കുക. കൈകൾ ചിന്മുദ്രയിലേക്ക് കൊണ്ടുപോകാം. ചൂണ്ടുവരലിന്റെയും തള്ളവരലിന്റെയും തുമ്പുകൾ തമ്മിൽ മുട്ടിച്ച് കൈകൾ ചിന്മുദ്രയിൽ തന്നെ വെക്കുക. നടുവ് തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കാം. കൈകൾ ചിന്മുദ്രയിൽ. കണ്ണടച്ചിരിക്കാം. ബിൻസി, കൈ എങ്ങനെ വെച്ചിരിക്കുന്നത്? ചിന്മുദ്രയാണോ? യെസ്. നടുവ് തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കാം. സാധാരണഗതിയിൽ ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്തിരിക്കുക. സന്തോഷം ഉണ്ടാവട്ടെ. മുഖത്തൊരു സന്തോഷം വരട്ടെ. മുഖത്തൊരു സന്തോഷം ഉണ്ടാവട്ടെ. ഓക്കെ, ഫൈനലായിട്ട് നമ്മൾ യോഗനിദ്രാസനയിലേക്ക് പോവാണ്. കണ്ണ് തുറക്കണ്ട. വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. സാവധാനം വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കാം. വലതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. ചിരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കാം. ചിരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കുക. മലർന്ന്. ചിരിഞ്ഞു കിടന്നതിന് ശേഷം മലർന്ന് കിടക്കുക. മലർന്ന് മലർന്ന് മുകളിലേക്ക് നോക്കി കിടക്കണം. ഇനി കണ്ണടയ്ക്കാം. കണ്ണടച്ചു. കാൽപാദം അകത്തി വെക്കുക. കൈകൾ അകത്തി വെക്കുക. കൈയുടെ ഉൾവശം മുകളിലോട്ട് തിരിച്ചു വയ്ക്കുക. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കാം. പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് കൊടുക്കാം. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് കൊടുത്തുകൊണ്ട് പൂർണ്ണമായും റിലാക്സ് കിടക്കുക. ശരീരം ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്നതായി സങ്കല്പിക്കാം. ശരീരം ഭൂമിയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്നതായി സങ്കല്പിക്കാം. ഭാരമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ ശരീരം ഇപ്പോൾ. ശരീരഭാഗങ്ങൾ അനക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്ത് കിടക്കുക. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. Inhale, exhale. 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 ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആവട്ടെ, ശാന്തമാവട്ടെ. കാൽപാദം തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. കാൽപാദങ്ങൾ, കാൽക്കുഴകൾ, കാൽമുട്ട്, അരഭാഗം, ഇരുകൈകൾ, വയറ്, ഹൃദയഭാഗം, കഴുത്തിന്റെ ഭാഗങ്ങൾ, ചെവി, കണ്ണ് തുടങ്ങി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിലേക്ക് നന്നായി ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ ശാന്താവസ്ഥ നന്നായി നിരീക്ഷിക്കുക. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale.
Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, inhale, exhale. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. കാൽപാദം മുതൽ തലവരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരം മനസ്സും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു, ശാന്തമായിരിക്കുന്നു. ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിമുട്ടുകളും ക്ഷീണവും പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ക്ഷീണവും ബുദ്ധിമുട്ടും പൂർണ്ണമായും മാറിയിരിക്കുന്നു. കൈകളൊന്ന് സാവധാനം ഉയർത്തുക. കൈകളൊന്ന് കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്, കണ്ണ് ആരും തുറക്കരുത്. സാവധാനം കൈകളൊന്ന് ഉയർത്തി കാണിച്ച്, കൈകളൊന്ന് ഉയർത്തി കാണിച്ച് സാവധാനം താത്തിക്കോളൂ. സാവധാനം കൈകൾ താത്തിക്കോളൂ. ക്യാമറ ഓഫ് ചെയ്തേക്കുന്നവര് ഉറങ്ങിപ്പോയോ എന്നൊന്നും അറിയില്ല. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തേക്കുന്നവർ ആരും ഉറങ്ങിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കൈതാത്താം. ഉറങ്ങിയില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കണ്ണ് തുറക്കരുത് കേട്ടോ. ഇടതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. സാവധാനം ഇടതുവശത്തേക്ക് ചിരിഞ്ഞു കിടക്കുക. ഇടതുകൈ മടക്കി തലയ്ക്കടിയിലേക്ക് വെച്ച് വലതുകാലിലേക്ക് നീട്ടി വെച്ച് കാലിന്റെ മുട്ട് വളയ്ക്കാതെ, നടുവ് വളയ്ക്കാതെ, കഴുത്ത് വളയ്ക്കാതെ കിടക്കുക. കാലിന്റെ മുട്ട് വളയരുത്, നടുവ് വളയരുത്, കഴുത്ത് വളയരുത്. ചെരിഞ്ഞു കിടക്കാട്ടോ. ഒരാള് ഉറങ്ങിയിട്ടുണ്ട്. വിനിമോള് പയ്യെ ചെരിഞ്ഞു കിടക്കുക. സാവധാനം ഒന്ന് ചെരിഞ്ഞു കിടക്കുക. സുഖാസനത്തിലേക്ക് വരാം. സാവധാനം സുഖാസനത്തിലേക്ക് വരിക. സുഖാസനം. കണ്ണ് തുറക്കരുതേ. ക്യാമറയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുക. കണ്ണ് തുറക്കാതെ കാല് മടക്കി ചമ്പറം പണിഞ്ഞിരിക്കുക. മുട്ടിന് വേദനയുള്ള ആള് ചമ്പറം പണിഞ്ഞിരിക്കരുത്. കാല് നീട്ടി വെച്ചിരുന്നാൽ മതി. കൈകൾ ചിന്മുദ്രയിൽ. കണ്ണ് തുറക്കാറായിട്ടില്ല കേട്ടോ. കണ്ണ് തുറക്കാറായിട്ടില്ല. കൈകൾ ചിന്മുദ്രയിൽ. കണ്ണുകൾ അടച്ചിരിക്കുക. നടു തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കാം. നടു തുറന്നിരിക്കട്ടെ. മുഖം ഉയർത്തി പിടിച്ചിരിക്കുക. റിലാക്സ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. ഈ ഒരു നിമിഷത്തിലേക്ക് വരാം. ഈ ഒരു നിമിഷത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ. ഈ ഒരു നിമിഷത്തിൽ സന്തോഷം ഉണ്ടാവട്ടെ. ഈ ലോകത്തിൽ ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സന്തോഷം മുഖത്ത് കാണണം. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഞാനാണ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale.
Inhale, exhale. Yes. ഇരു കൈകളും ചേർത്ത് നന്നായിട്ട് കൂട്ടിത്തിരുമാം. ഇരു കൈകളും ചേർത്ത് നന്നായി കൂട്ടിത്തിരുമി. കൈകൾ തുറന്ന മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കഴുത്തിന്റെ ഭാഗങ്ങളിലും, അതുപോലെ തന്നെ തലയ്ക്ക് മുകൾ വശത്തും തോളിന്റെ ഇരുവശങ്ങളിലും മുള്ളങ്കാലിലും കൈകൾക്കുള്ള ചൂട് തൊട്ടതിലൂടെ കുറിച്ചറിയുക. കൈകൾ ഒരു പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്ന പോലെ കൈകൾ തുറന്ന് മുഖത്തിന് മുമ്പിലായി പിടിക്കാം. ഒരു പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്ന പോലെ കൈകൾ തുറന്ന് മുഖത്തിന് മുമ്പിലായി പിടിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾക്കുള്ളിലേക്ക് കണ്ണുകൾ തുറന്ന് നോക്കാം. പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് രണ്ട് കൈയിലേക്ക് നോക്കണം. സന്തോഷത്തോടു കൂടി നോക്കുക. ഓക്കെ, അതിനുശേഷം പരസ്പരം നോക്കി പുഞ്ചിരിക്കുക. അതായത് സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിലേക്ക് നോക്കി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ആദ്യം നമ്മൾ സ്വയം സന്തോഷത്തോടു കൂടി ഇരിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ നമുക്ക് സന്തോഷത്തോടെ വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരെ സന്തോഷത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? പുതുതായിട്ട് ചേർന്നിട്ട് വരാം. പറഞ്ഞോളൂ. ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് പറയാം. യോഗ ചെയ്തത് പ്രശ്നങ്ങൾ കൂടിയൊന്നുമില്ലല്ലോ അല്ലേ? താങ്ക് യു. വിനിമോൾ ഉറങ്ങിയോ? ഒരു മോള് ഉറങ്ങി കിടക്കുക. വിനിമോള് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. വിനിമോൾ എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ആണ്. ഇറങ്ങിപ്പോയി. ഓക്കെ, മോള് മാത്രമേ മുറി കാണുള്ളൂ. കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ 8 മണി കഴിഞ്ഞു. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങളുടെ ഇന്ന് ഇപ്പൊ ഫസ്റ്റ് സെഷന് അറ്റൻഡ് ചെയ്തവര് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒരു ഫീഡ്ബാക്ക് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാവോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു? കൊള്ളാമെങ്കിൽ കൊള്ളാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഓക്കെ, കൊള്ളാം സാർ. പക്ഷെ എനിക്ക് അറ്റ്മോസ്ഫിയർ ഒന്നും ശരിയായില്ല. റൂം ഒന്ന് ചേഞ്ച് ചെയ്യണം, അതുകൊണ്ടാണ് എനിക്കൊന്ന്. ശരി. ഓക്കെ. പിന്നെ നിഷയ്ക്കും അങ്ങോട്ട് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. മോള് കുസൃതിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ 1-2 ക്ലാസ്, ഒരു 2-3 ക്ലാസ് കൊണ്ടൊക്കെ നമുക്കൊരു ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ പരിചയമില്ലാത്ത കാര്യമാണല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രാക്ടിക്കൽ സെഷൻ കൂടി ആയതുകൊണ്ട് ആ ഒരു പരിചയം നമുക്കായി വരണം. പിന്നെ ഇപ്പം എനിക്കും ഈ പ്രാക്ടിക്കൽ ഇതുപോലെ ഓൺലൈൻ ചിലതൊന്നും മനസ്സിലാവുന്നില്ല ചെയ്യുന്ന ഒരു ഇത്. അത് ചിലപ്പോ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. അത് ഞാനിപ്പോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും. അപ്പം ആ സാറ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ എന്റെ സ്റ്റുഡന്റ് ആയിരിക്കും. അപ്പൊ അവർ ചെയ്യുന്നത് ആ സ്ക്രീൻ ഒന്ന് വലുതാക്കിയിട്ടിട്ട് നിങ്ങൾ ആദ്യം ആ ചെയ്യുന്നത് നോക്കണം. ചെയ്യുന്നത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാം? നോക്കിയത് കറക്റ്റ് ആക്കിയതിന് ശേഷം അത് ചെയ്യാം. അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം. അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. മോൾ ഉറങ്ങിപ്പോയല്ലേ? ഓക്കെ, സാരമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നാളെ കാണാം. ഓക്കെ, നമസ്തേ, ശുഭരാത്രി. Thank you, sir. Good night.